വയനാട്ടിൽ ബേലൂർ മഖിനെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം ഇന്നും തുടരും. ഇന്നലെ ആനയുടെ ആകാശ ദൃശ്യങ്ങൾ വനംവകുപ്പ് പുറത്തുവിട്ടിരുന്നു. മറ്റൊരു മോഴയാനയ്ക്കൊപ്പമാണ് കാട്ടിൽ ബേലൂർ മഖിനയുടെ സഞ്ചാരം. ഇന്നലെ 2 തവണ ദൗത്യസംഘം ആനയെ മയക്കുവെടി വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നു. ഫെലിക്സ്, ഇന്ന് ദൗത്യം എപ്പോഴാണ് ആരംഭിക്കുക? ഇന്ന് എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ വനംവകുപ്പ് നേരത്തെ കൂട്ടി തയ്യാറാക്കിയിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും ദൗത്യം ആരംഭിക്കുന്നത്? മോത്തി, വയനാട്ടിലിറങ്ങിയ ആളെക്കൊല്ലി ആന അതിപ്പോൾ 5ാം ദിവസത്തേക്ക് അതിനെ പിടിക്കാനുള്ള ദൗത്യം നീങ്ങുമ്പോഴും കൃത്യമായി അതിനെ പിടികൂടാനുള്ള ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പ്രധാനമായും നിരവധി വെല്ലുവിളികൾ ഉയരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആന ഇന്നലെ കർണാടക വനാതിർത്തിയിലേക്ക് കടന്നു. അതായത് കർണാടകത്തിലേക്ക് കടന്നിരുന്നു എന്ന സിഗ്നലാണ് ലഭിച്ചത്. അതായത് നാഹർഗോളെ, അതായത് നമ്മളിപ്പോൾ ഉള്ളത് ബാവലിയിലാണ്. ഈ ബാവലിയിൽ നിന്ന് തൊട്ടപ്പുറത്ത് കർണാടക അതിർത്തിയാണ്. നാഹർഗോളെ കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്ന കർണാടക വനമേഖലയിലേക്ക് ഈ ആന ഇന്നലെ പോയിരുന്നു. പക്ഷെ വീണ്ടും തിരികെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആനയുള്ളത് ബാവലിയിലാണ്. പലയിടങ്ങളിലേക്കായി ആന സഞ്ചരിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി. അതായത് ഒരേ സമയം ഒരിടത്തേക്ക് ആന നിൽക്കുന്നില്ല, പല സ്ഥലങ്ങളിലേക്ക് ആന നീങ്ങുന്നു. അതായത് ഇന്നലെ നമ്മൾ പലയിടങ്ങളിൽ കണ്ടിരുന്നു. മണ്ണുണ്ടി കോളനി പരിസരത്ത് കണ്ടിരുന്നു. പിന്നീട് കമ്പനിപ്പാലം, ഇരുമ്പ് പാലം മേഖലയിലെ വനമേഖലയിൽ കണ്ടിരുന്നു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ആനയുള്ളത് ഈ പറയുന്ന ബാവലി മേഖലയിലാണ്. അവിടേക്ക് ഇപ്പോൾ ദൗത്യസംഘം പുറപ്പെട്ടിട്ടുണ്ട്. മയക്കുവെടി വെക്കാനുള്ള സംഘത്തിനപ്പുറം മറ്റ് സംഘാംഗങ്ങളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ കുങ്കിയാനകളെ ഇവിടെ തന്നെയാണ് പാർപ്പിച്ചിട്ടുള്ളത്. കുങ്കിയാനകൾ ഈ സ്ഥലത്ത്, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോൾ നീണ്ടുപോവുകയാണ് ഈ പദ്ധതി. അത്ര എളുപ്പത്തിൽ ഏതായാലും ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയില്ല. കുറച്ചുകൂടി നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ആനയെ വനത്തിനുള്ളിൽ വെച്ചുകൊണ്ട് അത്ര എളുപ്പത്തിൽ മയക്കുവെടി വയ്ക്കുക, അത്ര എളുപ്പത്തിൽ അത് പൂർത്തീകരിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്കൊപ്പം കമൽ കൂടിച്ചേരുന്നു. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ 5ാം ദിവസത്തേക്ക് നീങ്ങി, എന്താണ് ഈ വനംവകുപ്പിന് മുമ്പിലുള്ള ഇപ്പോഴത്തെ ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ ഇതിനെ പിന്തുടർന്ന് കണ്ടെത്തി മയക്കുവെടി വെക്കുക. ഇന്നലെ നമ്മളോട് ദൗത്യസംഘത്തിലുള്ള ആൾക്കാർ പറഞ്ഞ 2 മിനിറ്റ് ഞങ്ങൾക്കൊന്ന് കിട്ടിയാൽ മതി. അതായത് 2 ടീമുണ്ട് മയക്കുവെടി വെക്കാനുള്ള സജ്ജമായ. അവരുടെ ആരുടെയെങ്കിലും മുന്നിൽ ഒരു തുറന്ന സ്ഥലത്തുനിന്ന് 2 മിനിറ്റ് കിട്ടിയാൽ മയക്കുവെടി വെക്കാം എന്നുള്ളതാണ്. കഠിനമായ പരിശ്രമം തന്നെയാണ്. ഇന്നലെ നമുക്കറിയാം 5:30 നമ്മൾ എത്തുന്നതിന് മുന്നേ 5:30 ദൗത്യസംഘം കയറി 6:30 അവർ പുറത്തു വരുന്നത്. അത്രയും നമ്മൾ ആ വീഡിയോ കണ്ടത് എന്ത് സ്പീഡിലാണ് ആന പോകുന്നതെന്ന്. മറ്റൊരു മോഴയാനയുണ്ട്. നമ്മളെന്തോ ആകാശത്തുനിന്ന് കാണുമ്പോൾ എന്തോ ടോയ്സ് കീ കൊടുത്ത് വിട്ട മാതിരിയാണ് പോകുന്നത്. അത്രയും സ്പീഡിലാണ് ഓടുന്നത്. അപ്പോൾ ഈ 2 ആന ഉള്ളപ്പോൾ അതിനെയും കൂടെ ശ്രദ്ധിക്കണമല്ലോ. 2 ആനയുള്ളപ്പോൾ അത് ഒന്നിനെ മയക്കുവെടി വെക്കുമ്പോൾ അതെവിടെയെന്നും കൂടെ ഉള്ളൊരു ശ്രദ്ധ വേണം. അതിനെ നോക്കാൻ ആൾ വേണം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇന്നലെ 2 തവണ കടുവയുടെ മുന്നിൽപ്പെട്ടു ദൗത്യസംഘം. ഒരു തവണ ഡ്രോൺ നിരീക്ഷിക്കുമ്പോൾ പുള്ളിപ്പുലിയുണ്ട്. അപ്പം ഇത്രയും ദുർഘടമായ ഒരു ജോലിയാണ് നടക്കുന്നത്. അപ്പോൾ ഇന്നവർ വളരെ കോൺഫിഡൻസിലാണ്. ഇന്നലെ നാഗർഹോളയിലേക്ക് കയറി എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും. രാത്രി സിഗ്നൽ നാഗർഹോളയിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഇന്നെന്തായാലും രാത്രി തന്നെ എന്തായാലും അത് തിരിച്ചു വന്നു. ഇപ്പോൾ ബാവലി മേഖലയിൽ നിന്ന് സിഗ്നൽ കിട്ടുന്നു എന്നാണ് അനൗദ്യോഗികമായിട്ട് അവർ പറഞ്ഞത്. എന്തായാലും സർവൈലൻസിൽ ഉണ്ട് എന്ന് പറഞ്ഞു ദൗത്യസംഘത്തിൻ്റെ. അപ്പോൾ ഇന്ന് നമുക്ക് ശുഭപ്രതീക്ഷ തന്നെ അതുതന്നെയാണ്. അതായത് ഇന്നെങ്കിലും ഇതിനെ പിടികൂടണം, അല്ലെങ്കിൽ നാട്ടുകാർ വലിയ പ്രതിഷേധമാണ്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. അതൊരു വലിയ പ്രതിഷേധത്തിലേക്ക് വലിയ ജനക്കൂട്ടമായി മാറുന്നു ആ പ്രതിഷേധങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇന്നും പ്രതിഷേധങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഈ ആനയെ പിടികൂടാനുള്ള ശ്രമം നടത്തുന്നു. ആന ഇപ്പോൾ ബാവലി മേഖലയിലാണുള്ളത്. നേരത്തെ ഇന്നലെ ഇരുമ്പുപാലം മേഖലയിലും അതുപോലെ തന്നെ മണ്ണുണ്ടി കോളനി പരിസരത്തും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ നിന്നൊക്കെ തന്നെ മാറി ബാവലി മേഖലയിലുണ്ട്. ഏതായാലും കുങ്കിയാനകൾ ഇവിടെ തന്നെ, അതായത് ബാവലി മേഖലയിൽ കുങ്കിയാനകൾ ഉണ്ട്. കുങ്കിയാനകൾ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട്. കുങ്കിയാനകൾ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് മാറ്റിയിട്ടില്ല. ദൗത്യസംഘം ഇപ്പോൾ വനത്തിനുള്ളിലേക്ക് അല്പസമയം മുമ്പാണ് പോയത്. വനത്തിനുള്ളിൽ ഈ പറയുന്ന ദൗത്യസംഘമുണ്ട്. അല്പസമയം, അതായത് ഈ ആനയെ ലൊക്കേറ്റ് ചെയ്ത്, കാരണം പലയിടങ്ങളിലേക്ക് ആന സഞ്ചരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ആനയെ ഒരു കൃത്യസമയത്ത് ഒരൊറ്റ സ്ഥലത്ത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അവിടെ വെച്ച് മയക്കുവെടി വെക്കും. ഇപ്പോഴത്തെ ആന നിൽക്കുന്ന ബാവലി മേഖല, അത് നമുക്കറിയാം റോഡിനോട് അടുത്ത മേഖലയിലേക്ക് ആന എത്തുകയാണെങ്കിൽ, ബാവലിയിൽ നിന്നും റോഡിനോട് അടുത്ത മേഖലയിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും മയക്കുവെടി വെച്ചിരിക്കും. ഇന്നലെ 2 തവണ ശ്രമം നടത്തിയെന്നാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ മയക്കുവെടി വയ്ക്കാൻ കഴിഞ്ഞില്ല. ഇന്നെങ്കിലും മയക്കുവെടി വെച്ച് ആനയെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് വനംവകുപ്പ് പങ്കുവയ്ക്കുന്നത്. പക്ഷേ അത് അത്ര എളുപ്പം നടക്കുന്നതല്ല, ദുഷ്കരമാണ് ദൗത്യം.
ഫെലിക്സ്, ശരിക്കും ദുഷ്കരം തന്നെയാണ് ദൗത്യമെന്ന് നമുക്ക് എല്ലാവർക്കും കുറച്ച് ദിവസങ്ങളായി മനസ്സിലായതാണ്. കാരണം നിങ്ങളൊക്കെ മാതൃഭൂമി സംഘം ഒന്നടങ്കം അവിടെ ഇത്രയും ദിവസമായി ഈ ദൗത്യ സംഘത്തിനൊപ്പം തന്നെ വിവരങ്ങൾ നാട്ടുകാരിലേക്ക് എത്തിക്കാൻ സർവ്വസജ്ജമായി അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും ബുദ്ധിമുട്ടേറിയതാണ് ഈ ദൗത്യം എന്ന്. അതായത് ഈ നേരത്തെ തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെക്കുന്ന സമയത്ത് തണ്ണീർക്കൊമ്പൻ ഒതുങ്ങി വാഴത്തോട്ടത്തിലും മറ്റും നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ തണ്ണീർക്കൊമ്പൻ ഒരിടത്ത് അനങ്ങാതെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ അത് അങ്ങനെയല്ല. ബേലൂർ മഖ്നയുടെ കാര്യത്തിൽ അത് അങ്ങനെയല്ല. മാത്രമല്ല, ഒപ്പം ഒരു മോഴയാന കൂടി ചേർന്നത് കൊണ്ടും ദൗത്യം കുറച്ചുകൂടി ദുഷ്കരമാകും എന്ന് തന്നെയാണോ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം? തീർച്ചയായും മോത്തി, അതായത് ഒപ്പം ഒരാന കൂടി വരുമ്പോൾ അത്ര എളുപ്പത്തിൽ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയില്ല. ആ ആനയെ കൂടി നോക്കേണ്ടതുണ്ട്. കാരണം അത് ഒരു മോഴയാനയാണ്. ആ മോഴയാനയുടെ പ്രത്യേകത വനംവകുപ്പ് പറയുന്നത് കുറച്ചുകൂടി അക്രമാസക്തമാണ് എന്നതാണ്. അങ്ങനെ ആനകൾ അക്രമാസക്തം ആയ, അതായത് കൊമ്പനാനയും പിടിയാനയും വെച്ചും നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ മോഴയാന കുറച്ചുകൂടി അക്രമാസക്തമാണ് എന്ന് വനംവകുപ്പ് പറയുന്നത്. അപ്പോൾ ആകുന്ന ഒരു മോഴയാന ആണ് നമ്മൾ പിടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം മറ്റൊരു മോഴയാനയുണ്ട്, അതും അക്രമാസക്തമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പത്തിൽ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നതാണ്. അത് ദുഷ്കരം തന്നെയാണ്. പ്രത്യേകിച്ച് വനത്തിനുള്ളിൽ വെച്ച് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നത് അത്ര എളുപ്പം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒന്നേയല്ല. ഇതിപ്പോൾ 5ാമത്തെ ദിവസമാണ്. 5ാമത്തെ ദിവസം വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പ്രതിഷേധമൊക്കെ തന്നെ തുടരുന്ന പശ്ചാത്തലത്തിൽ ആനയെ എത്രയും വേഗം മയക്കുവെടി വെച്ച് പിടികൂടണം എന്നതാണ് ജനങ്ങളുടെ ആവശ്യം. പ്രത്യേകിച്ചും ഇന്നലെ ഈ കർണാടകത്തിലേക്ക് പോയപ്പോൾ നേരത്തെ കമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടകയുടെ ഭാഗമായ നാഗർകോളെ കടുവാ സങ്കേതത്തിലേക്ക് ഈ ആന ഇന്നലെ രാത്രി കടന്നിരുന്നു. അത് വലിയ ആശങ്ക വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കി. കാരണം കർണാടകയിലേക്ക് പോവുകയാണെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാൻ കേരളത്തിന് കഴിയില്ല. തിരിച്ച് വീണ്ടും കർണാടക വനമേഖലയിൽ നിന്ന് കേരള വനമേഖലയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു നല്ല ശ്രമത്തിനൊടുവിൽ ദൗത്യം വിജയകരമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത് എന്ന് തോന്നുന്നു.